போர் அடிக்குது அப்படியே இன்ஸ்டாகிராம் பக்கத்து போவோம். சூப்பரா இருக்குப்பா. அழகா பண்ணுது. രീതികൾ കണ്ടിട്ട് ഇയാള് ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. ഒരു പാട്ടിറങ്ങിയ ഇൻസ്റ്റാഗ്രാം അങ്ങ് നശിപ്പിക്കോ? ചോറ് കഴിക്കുമ്പോ ആ പാട്ട്, ഒരു പെണ്ണോട്ടിരിക്കുമ്പോ ആ പാട്ട്, ഉറങ്ങുമ്പോ ആ പാട്ട്. ഞാൻ ഇപ്പൊ ആ പാട്ട് കേൾക്കില്ല. പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിർത്ത്. ഒരു ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. കാട്ടുതീയാക്കുന്ന കാര്യം നാട്ടുകാർ പോഴന്മാര് നോക്കിക്കോളും. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം. നിന്റെ വരവോടെ എന്റെ സമാധാനം ഒക്കെ പോയി. ഇന്നത്തെ ദിവസം അറിയോ? ഇന്നത്തെ കാര്യം പറയണ്ട. 18-ാം തീയതി നമ്മുടെ രാജപ്പറ്റമ്മയുടെ 16. നീ എന്ത് 16 തൂങ്ങിക്കിടന്നത്? 16 അല്ല 28. ഇന്നെ പിറന്നാളോட പട്ടി. இப்ப ஈஸ்வரன் உங்க கூட தான். அதனாலதான் இப்படி ஒரு பொண்ணு உனக்கு கிடைச்சிருக்கா. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? പുള്ളിക്കാരന് പകരം പഠിപ്പിക്കാൻ ഒരു കിടില സാറും വന്നു. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം എന്നത് ചിങ്കം നന്നായിരിക്കും. നിറമാർന്നൊരു കനവെന്നിൽ. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്നേ. ഈ കൊച്ചു കലാകാരെല്ലാവരും അതിലെനിക്ക്. ஓகே, இன்னைக்கு பாத்தீங்க அப்படின்னா பிளான் வந்து எதுவும் இல்ல, அம்பர்லா கூட. ஓகேங்களா മോനെ, നീ ഇപ്പോഴും ஜாகிரதை பாத்திருப்பீங்க. ஸோ பாப்பா வந்து இப்படி கொடையை பிடிச்சிட்டு സ്മൈൽ പண்ற மாதிரி. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാൻ ഇറങ്ങരുതെന്ന്. ഭയങ്കര കഞ്ചാണ്. മിടുക്കൻ, ഒരു വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. ഇന്നിനെ പ്രദേശിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാക്കുള്ളിലോ കാണും. മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. വരട്ടെ, പോയിക്കോ.